അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡിന്റെ സൺഡേ എപ്പിസോഡ് 2ാം ദിവസം. ഇത് പറയുമ്പോൾ മൺഡേ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കമ്പയറിങ് ടു ഇന്നലത്തെ എപ്പിസോഡ് ഇന്ന് കുറച്ച് പൊളി എപ്പിസോഡ് അല്ലേ? ഇന്ന് ലാലേട്ടൻ കുറച്ച് പവർഫുൾ ആയിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് അഗാധമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. നല്ല എപ്പിസോഡായിരുന്നു. നമുക്ക് എല്ലാവർക്കും പറയാനുള്ള എല്ലാ കാര്യവും ഉൾപ്പെടുത്തി. അനുമോളെ വാരി കീറി പേസാക്കി തേച്ചൊട്ടിച്ച് അനുമോളുടെ കൊലസ്ത്രീ പട്ടം നിലത്ത് വീണ് ചിന്ന ഭിന്നമായി. അതെ, അതൊരു ഒന്നൊന്നര ഐറ്റായി പോയി. നന്നായി ഇഷ്ടപ്പെട്ട്. അപ്പാനി ശരത്തിനാണെന്നുണ്ടെങ്കിൽ മിണ്ടാനൊന്നുമില്ല അല്ലേ? എല്ലാം കൊണ്ടും അപ്പാനിയും സൈലന്റ് ആയി പോയി. കംപ്ലീറ്റ് അപ്പാനിക്ക് എന്താ പറയാ, അനുമോക്ക് കിട്ടുന്ന ഓരോ അടിയും അപ്പാനിയുടെ നെഞ്ചത്താണ്. അതുകൊണ്ട് പിന്നെ അപ്പാനി പ്രത്യേകിച്ചൊന്നും മിണ്ടാതെ സൈഡായിപ്പോയി. അപ്പോൾ ഇന്ന് ഉണ്ടായ 2-3 കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അനീഷിനെ ഒരു തരത്തിൽ എല്ലാരും കൂടി പിടിച്ച് ഹീറോ ആക്കി വിട്ടു. കംപ്ലൈന്റ് പെട്ടീന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു തരത്തിൽ സംസാരിച്ചൊക്കെ അയാൾക്ക് പോസിറ്റീവും സംസാരിച്ചവർക്കൊക്കെ നെഗറ്റീവും ആയി. അതിലാകെ ആദില നോറയുടെ കേസിൽ മാത്രമാണ്. ഇപ്പൊ എന്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറയാം, അനീഷിന് ഇവരാരെയും അറിയില്ല, ഒരു കുട്ടിയെയും ഒരു മനുഷ്യനെയും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. കാരണം അനീഷിനെ അവർക്ക് ആർക്കും അറിയില്ല. അനീഷ് ഒരു കോമണർ ആയിട്ട് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞ് കയറിയതാണ്. ബൈ ദ വേ, അനീഷ് ഒരു കോമണർ കണ്ടസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് TV പ്രോഗ്രാമിൽ പങ്കെടുത്തതും റീൽസ് ചെയ്യുന്നതുമായിട്ടുള്ള പല വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഒരു പക്ക കോമണർ എന്നുള്ളൊരു എലമെന്റിലേക്ക് ഞാൻ അനീഷിനെ വെക്കുന്നുമില്ല. ആൻഡ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലേക്ക് വരണം എന്നും സെലിബ്രിറ്റി ആവണമെന്നും ഭയങ്കരമായി ആഗ്രഹിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ സർക്കാർ ജോലി കിട്ടി, അത് മാറ്റി വെച്ച് ബിഗ് ബോസിന് വരെ ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പണ്ട് മുതലേ ഫെയിം ആവണം, സെലിബ്രിറ്റി ആവണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരു കുട്ടികളെയും ഒരു മനുഷ്യനെയും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മണ്ടന്മാരല്ലോ. ഇത്രയൊക്കെ കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അയാളെ ഗെയിമായിട്ട്. അതെ, അപ്പൊ അത് അയാളെ ഗെയിമാണ്. അപ്പൊ അയാൾക്ക് എന്താ പറയാ, അയാൾക്ക് ആദില നോറേനൊക്കെ നന്നായിട്ട് അറിയാം. എവിടെ കുത്തിയാൽ അവർ ചാടും എന്നുള്ളത് അറിയാം. ഓരോരുത്തരുടെ കാര്യം അയാൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പോയിട്ട് പാരൻസിന്റെ കാര്യം പറഞ്ഞു വെച്ചത്. പാരൻസിന്റെ കാര്യമൊക്കെ പറയുമ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ എന്താവുക, വോണറബിൾ സിറ്റുവേഷനിൽ എത്തുക. പക്ഷെ അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കാരണം അവര് ഈ ഒരു സിറ്റുവേഷനിൽ അത് പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് ഉപദേശം കൊടുത്തിട്ട് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് അയാള് ക്യാമറയുടെ മുന്നിൽ പോയി പറഞ്ഞ കാര്യം എനിക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല. കാരണം അയാള് പറഞ്ഞത് അവരുടെ അച്ഛനും അമ്മയൊക്കെ അതൊരു ഗെയിം ആണെങ്കിലോ, അവസാനാവുമ്പത്തേക്ക് അതൊരു ഗെയിം ആണെങ്കിലോ. കാരണം എന്താ പറയാ, ആ സിറ്റുവേഷനിൽ ആദില ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു, ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പൊ എന്താ ഉണ്ടായ, വീട്ടിലുള്ള ആളുകൾ മൊത്തം ആദിലേന്റെ പിന്നാലെ പോയിട്ട് അതൊരു സോഫ്റ്റ് കോർണർ അതിലേക്ക് വന്നു. അത് കണ്ടപ്പോ ഇവൻ അവിടെ നന്മവരാവാൻ പോയിട്ട് ക്യാമറയുടെ മുന്നിൽ പോയിട്ട് പറയുകയാണെങ്കിൽ അതൊന്റെ ഗെയിം നല്ല ഗെയിമാണ്. ഗെയിമിനൊന്നും കുഴപ്പമൊന്നുമില്ല, ഗെയിമൊന്നും വിഷയമൊന്നുമില്ല. നിന്റെ തോന്നലാണ്, നിനക്ക് അങ്ങനെയാണ്, അതൊന്നും അല്ല, നിങ്ങൾ ശരിയാക്കും. അപ്പൊ അനീഷ് അവര് വിചാരിക്കുന്നത് അനീഷൊക്കെ, അതായത് അനീഷ് പറഞ്ഞതിലൂടെ നാട്ടുകാർ തെറ്റിദ്ധരിക്കും ഇവര് കാരണമാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും സംസാരിക്കുമ്പോ അത് ക്ലിയർ ചെയ്തത് അങ്ങനെയാണ് പറഞ്ഞ അത്രേ ഉള്ളൂ. ഇപ്പൊ ചിലപ്പോ പറയില്ലേ, ഞാനിങ്ങനെയല്ല വിചാരിച്ചതെന്ന് പറയുമ്പോ നമ്മൾ പറയല്ലേ ഈ വിചാരിച്ചത് തെറ്റാണ്, അങ്ങനെയല്ല എന്ന് പറയല്ലോ. അയാൾ അങ്ങനെയാണ് പറഞ്ഞത്. അനീഷ് അങ്ങനെ പറഞ്ഞു ലാസ്റ്റ് അനീഷിന്റെ ഗെയിം അതങ്ങനെ ആക്കി. അനീഷ് അത് ഗെയിമാണ്. അത് അവരോട് പോയി സംസാരിക്കുന്നത് ഗെയിം തന്നെ ആയിരിക്കും ഓഫ്കോഴ്സ്. പക്ഷെ അയാള് എന്താ പറയാ, അവരുടെ അടുത്ത് സംസാരിക്കുന്നത് അയാള് നല്ലത് വിചാരിച്ചിട്ടാണ് എനിക്ക് തോന്നിയത്. ഗെയിം ഉണ്ടെങ്കിൽ എനിക്ക് അതിലൊരു നല്ലതിന്റെ എലമെന്റിനേക്കാൾ കൂടുതൽ ഒരു ഗെയിം എലമെന്റ് ആണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നല്ല ഗെയിമാണ്. ആ ഗെയിമിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. നല്ലൊരു ഗെയിമാണ്. പക്ഷെ അത് പേഴ്സണലി ഹെയ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അത് പേഴ്സണലി ഭയങ്കര ഹേർട്ട് ആവുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ ലാലേട്ടൻ ചോദിച്ചില്ലേ അനീഷിനെ മുഖത്ത് നോക്കിയിട്ട് ജീവിതത്തിൽ ഒരു ഡിവോഴ്സിന്റെ കാര്യം വന്നപ്പോ ആ സാധനത്തിന് പാച്ചപ്പ് ആണെന്നുള്ള ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും അവസ്ഥ എന്ന് ബ്ലിങ്ക് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണെന്നുള്ളത് ലാസ്റ്റ് മനസ്സിലായില്ല. അത് കമ്മ്യൂണിക്കേഷൻ പ്രശ്നം ആക്കി അനീഷ്. അത് അനീഷിന്റെ ബുദ്ധി, അത് അനീഷ് ആക്കി. അത് അനീഷിന്റെ ബുദ്ധി, അതാണ് ആ സംഗതി. അതാണ് ഗെയിം. അതാ പറയാ, അത് അനീഷിന്റെ ബുദ്ധി. അല്ലാതെ അനീഷ് അത് ഭയങ്കര നിഷ്കളങ്കനായിട്ട് കാണിച്ച ഒരു കുഴപ്പമില്ല. ലാലേട്ടൻ തന്നെ പറയണ്ടല്ലോ, നിങ്ങൾ അടിണ്ടാക്കാതിരിക്കും, നിഷ്കളങ്കരായിട്ടിരിക്കും, നിങ്ങൾ നല്ല കുട്ടികളായിട്ടിരിക്കും. ഒന്നാമത് വിചാരിച്ചത് അനീഷ് പറഞ്ഞതിലൂടെ നാട്ടുകാർ തെറ്റിദ്ധരിക്കും ഇവര് കാരണമാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നതാണ്. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അത് ട്രൈ ചെയ്തത്. അതായത് അങ്ങനത്തെ ചില സ്പേസിൽ ചില കാര്യം ഞാൻ ഭയങ്കരമായിട്ട് ഇത് പറയാൻ കാരണം, ചില സ്പേസിൽ ചില കാര്യങ്ങൾ ചിലരോട് ചോദിക്കുന്ന ഗെയിം
അതൊരു റൂഡ് മാനറിൽ പോകുമ്പോൾ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ലാലേട്ടനും ആ ബിഗ് ബോസിന്റെ എൻറ്റയർ ക്രൂവും ചെയ്യേണ്ട പരിപാടി അവർ കൃത്യമായിട്ട് അത് ചെയ്തു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ആ 2 കണ്ടസ്റ്റൻസിന്റെ തുടക്കത്തിലെ ആ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ അവർ ഭയങ്കരമായിട്ട് പൊട്ടിപ്പോയിരുന്നു ആ 2 പേരും. ഇപ്പോഴും ആദ്യം അത് പറയുമ്പോൾ അതിന് നെഞ്ചു പൊട്ടി കറിയാം അല്ലെ, ഭയങ്കര നെഞ്ചു പൊട്ടിയിട്ട് കറിയാണ്. എന്താണെന്നറിയോ, അത് അവര് ലാസ്റ്റ് പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നുള്ളതാണ് നിങ്ങൾ പുറത്തേക്ക് കൊടുക്കണം, അതാണ് ഞങ്ങൾക്ക് വിഷമം, അതാണ് അവന്റെ ആവശ്യം. ചോദിക്കണ പോലെ ചോദിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് പിന്നെ എന്താ ചെയ്യണേ, അവിടെ ഇരുന്നിട്ട് പിന്നെ ലാസ്റ്റ് എന്താ ചെയ്യണേ, അവർ ഇറിറ്റേറ്റ് ചെയ്യണേ. എന്നിട്ടും അവിടെ ഇരുന്ന് ഇറിറ്റേറ്റ് ചെയ്യണേ. സംസാരിക്കാൻ അവരെല്ലാരോടും റെഡിയാവും. ഞാൻ അയാളെ ഇതാക്കിയിട്ടല്ല പറയണത്, പക്ഷെ അവര് തമ്മിലുള്ള വിഷയം, അവര് തമ്മിൽ എന്താണോ ആ കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം, അത് അവര് തീർത്തു എന്നുള്ളതാണ് ഞാൻ അതിന് മനസ്സിലായത്. അത് തീർന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അനീഷാണ്, അത് അവിടെ തീർക്കാൻ പോകില്ല. അനീഷ് ഇത് ഇനി പറഞ്ഞുകൊണ്ടിരിക്കും. അനീഷിന്റെ ഗെയിമേ അതാണ്. ഈ വന്ന ഈ ഒപ്പമുള്ള കണ്ടസ്റ്റൻസിന് ഓരോരുത്തരെയും വെച്ച് പഠിച്ച് ബിഗ് ബോസിന് വേണ്ടി സർക്കാർ ജോലി മാറ്റി വെച്ച് ലീവ് എടുത്ത് 3-4 വർഷം പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്ന ഒരുത്തൻ ഈ വരുന്ന കണ്ടസ്റ്റൻസിന് പഠിക്കാതിരിക്കുമോ? ഓനത് ഭയങ്കര ഈസിയാണ്. അപ്പൊ അത് പഠിച്ചു വന്ന ഒരാളായതുകൊണ്ട് ഇനി ഓനത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഇറിറ്റേറ്റ് ചെയ്യും. അത് ഉറപ്പാണ് ആ കാര്യം. എനിക്ക് ആ വിഷയത്തിന് ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് അവരെ പേഴ്സണൽ സ്പേസ് കയറിയിട്ട് ചൊറിഞ്ഞുകൊണ്ട് എനിക്കത് അത്ര എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. ഈ പാരന്റ്സിനോട് എന്നുള്ള നന്മയിൽ പൊതിഞ്ഞൊരു സാധനം വിട്ടതേ, അത് എനിക്ക് തീരെ പറ്റിയില്ല. അതാണ് ലാലേട്ടൻ ഒരിക്കലും ലാലേട്ടൻ അല്ലെങ്കിൽ കാര്യം ചോദിക്കില്ല. ഏത് നിങ്ങളുടെ ലൈഫിൽ നടന്ന ഒരു ഡിവോഴ്സ് ലാലേട്ടൻ ആ ലെവലിൽ ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ ചോദിച്ചത്. ലാലേട്ടൻ ഇപ്പൊ ഷോന്റെ ആൾക്കാർ പറഞ്ഞാല് മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി ഒരിക്കലും ഒരാളെ ഹേർട്ട് ചെയ്യില്ല അങ്ങനെ പറഞ്ഞിട്ട്. അത് നമ്മൾ എത്രയോ കാലമായിട്ട് കാണുന്ന ഈ ഷോയിൽ ലാലേട്ടൻ വീണ്ടും പറഞ്ഞു അത് അനീഷിന്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായ ഡിവോഴ്സ് അധികം ആ കാര്യങ്ങൾ സംസാരിക്കാതെ അവസാനിപ്പിച്ച് ലാലേട്ടൻ അങ്ങനെയാണ് അവസാനിപ്പിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ലാലേട്ടൻ അത് പോയിന്റ് ഔട്ട് ചെയ്യും. കൊണ്ടുപോയിട്ടില്ല ലാലേട്ടൻ എന്തിനാ വലുതാക്കണം, അതന്നെ ഭയങ്കര സംഭവമായി പോയി. ഞാൻ ഇത്ര കാലം ലാലേട്ടൻ അങ്ങനെ ഒരാളുടെ ചോദിച്ചു ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് ഭയങ്കരമായി പോയി ചോദിച്ചത്. അത് അടിപൊളിയായി, എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അനീഷിന് അത് നല്ല അട്ടങ്ങര കിട്ടും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് എന്ത് ചെയ്തത്, ആദിനാനോറയിലൂടെ എനിക്കൊരു നെഗറ്റീവ് വരുമെന്ന് വിചാരിച്ചിട്ട് അവരെടുത്ത് പോയിട്ട് ഒരു സോപ്പും മതിയും കൊണ്ടുപോയത്. എനിക്ക് അങ്ങനെ തോന്നുന്നു. അതെ അതെ, ബാക്കിയൊക്കെ എനിക്ക് പോസിറ്റീവായി. അതായത് അനുമോളെ കേസ്, അപ്പാനീന്റെ കേസ്, അതിലുള്ള ബാക്കി എല്ലാരും കേസും എനിക്ക് പോസിറ്റീവായി. എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി, സംസാരിച്ചു, അവരത് ലാലേട്ടൻ അത് പുറത്തിട്ടു, അതിന്റെ ഫുൾ ഡീറ്റെയിലുകൾ ചോദിച്ചു. അത് കഴിഞ്ഞ് അയാൾ തന്നെ പോയിട്ട് അയാളെ വന്നു എന്ന് തോന്നിയ നെഗറ്റീവ് അതാണ് അയാൾക്ക് നെഗറ്റീവ് ആയി എന്നുള്ളത് തോന്നിയപ്പോഴാണ് അയാൾ പോയത്. അത് ലാലേട്ടൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അയാൾ വിട്ടത്. ആയിക്കോട്ടെ, എന്താണെങ്കിലും അയാളെ ഗെയിം ഗെയിം അല്ലാതെ ആരും പറയില്ലല്ലോ, ഗെയിം ആണ് തന്നെയാണ് എല്ലാരും പറയുന്നത്. പക്ഷെ ആ ഗെയിമിന്റെ രീതി, ആ റൂഡ്നെസ്, അത് ആക്സെപ്റ്റബിൾ ആയില്ല എന്ന് എനിക്ക് പേഴ്സണലി ഒരു കോളാണ്. അത് അവരുടെ വെരി പേഴ്സണൽ ആണ് അവരുത്. അതൊരു ഫെയർ ഗെയിം അല്ല. ഓക്കെ, സ്റ്റോറി പറയുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. അല്ല, അവരിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടത് ഇല്ലല്ലോ. അല്ല, അത് അവര് പുറത്തല്ലേ, പുറത്ത് പ്രേക്ഷകരോട് അവർ ഒരുപാട് പറഞ്ഞൊരു കേസും കൂടി ആയതുകൊണ്ടും പിന്നെ കോടതി കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വിഷയങ്ങൾ ന്യൂസിലൊക്കെ എനിക്ക് തോന്നുന്നു ഇന്റർനാഷണലി ഞാൻ പറയുന്നില്ല, ഇന്ത്യൻ മീഡിയാസിൽ ഓൾമോസ്റ്റ് എല്ലാ മീഡിയാസും ഇത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ വിഷയം ആ ഒരു ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡില് നമ്മുടെ മുൻഷി പോയ പോക്ക് അല്ല, കൺവെൻഷനലി ഒരു എന്താ പറയാ സ്ഥിരമായിട്ടുള്ള ഒരു രീതി അല്ലല്ലോ മുൻഷി പോയ പോക്ക്. ഒരു സീസണിലും ഇതേപോലെ ഒറ്റയടിക്ക് വിട്ടിട്ടില്ലല്ലോ ഒരാളെ പറഞ്ഞിട്ട്, തുടക്കത്തിലേ പറഞ്ഞിട്ടില്ല. അത് നമുക്ക് എന്താ സംഭവിക്കുക തോന്നുന്നതിന്റെ പിന്നെ മുൻഷി മുൻഷിക്ക് മനസ്സിലായിട്ടില്ല. മുൻഷി വന്നോളൂ പറഞ്ഞപ്പോ മുൻഷി നോക്കെ ഞാൻ വരും. എന്നിട്ട് മൂപ്പര് അവിടെ പോയിട്ട് മറ്റേ സ്റ്റോർ റൂമിലവിടെ പോയിന്ന്. മൂപ്പരത് എനിക്ക് വിചാരിച്ചത് കോമഡി വിചാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രാങ്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും. പ്രേക്ഷകരായ നമുക്കും അതിനുള്ളിലുള്ള കണ്ടസ്റ്റൻസിനും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല പെട്ടെന്ന് പറഞ്ഞപ്പോ. നമുക്ക് അറിയുന്നു ചാൻസ്, പക്ഷെ ഇങ്ങനെ ഡീൽ ചെയ്യുന്നത് മനസ്സിലായി. കൂളായിട്ടല്ലേ, നെവർ ആയിട്ടാണ് ഡീൽ ചെയ്ത ആ സാധനം. മുൻഷി വരൂ എന്ന് പറഞ്ഞു. മുൻഷി നേരെ പോയി. പിന്നെ അതെന്തിനായിരുന്നു എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, മൂപ്പര് ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ഉണ്ടാവും എന്നുള്ളൊരു ഫീലിംഗ് ബാക്കി കണ്ടസ്റ്റൻസിനെ വരുത്തിക്കാൻ വേണ്ടിയിട്ട് മുൻഷി എക്സ്പെക്റ്റഡ് ആണ്. മുൻഷി എല്ലാവർക്കും എക്സ്പെക്റ്റഡ്, നമുക്കും എക്സ്പെക്റ്റഡ് ആണ്. അപ്പൊ അത് ഒരു മുൾമുനയിൽ നിർത്താനുള്ള ഒരു സാധനത്തിന് വേണ്ടിയിട്ടായിരിക്കണം ആദ്യം മുൻഷിനെ വിളിച്ചോണ്ട്. ഇപ്പൊ നമുക്കും തോന്നിയില്ലോ ഇനി ആരെങ്കിലും പോകുന്നുള്ളൊരു ഫീൽ അവർക്കും തോന്നി. അയ്യോ രേണു ഇന്നത്തെ ഫുള്ള് രേണു സോഫയില് ആ തലേണ ഇരിക്കുന്നില്ലേ അതിനേക്കാ പതുങ്ങിയിരിക്കും. അതിനെ കാണണം, എന്നെ കണ്ടാ പുറത്താക്കിയാലോ വിചാരിച്ചിട്ട്. എന്താ ഇത് ചോദിച്ചപ്പോ ഞാൻ വെച്ചു ലാലേട്ടാന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടപ്പോ ഞാൻ രേണുവാണോ ലാലേട്ടൻ മറ്റൊരാൾ ലാലേട്ടൻ ചോദിച്ചു. ലാലേട്ടൻ അങ്ങോട്ട് പഠിപ്പിക്കണോ ചോദിച്ചു. ലാലേട്ടൻ തീരുമാനിക്കുന്ന പോലെ. ലാലേട്ടൻ അല്ല, എന്റെ തീരുമാനം അല്ലല്ലോ.
അയ്യോ അപ്പൊ രേണുന്നില്ല, രേണു പോയി, ഇന്ന് രേണു ഇല്ല. പിന്നെ ഇത് ഏതാ കംപ്ലൈന്റ് ബോക്സിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്ന ബാക്കി നോർമൽ കുറച്ച് ഇഷ്യൂസ്. അനീഷിനോട് പറയുമ്പോ അനീഷിന് കാരണങ്ങളുണ്ട്, പക്ഷെ ശരത്തിനോട് ചോദിക്കുമ്പോഴും അനുമോളോട് ചോദിക്കുമ്പോഴും അവർക്ക് കാരണങ്ങളില്ല. അല്ല അത് പ്രോപ്പർ റീസൺ അല്ല. അയാൾ പറയുന്നത് കള്ളാണെങ്കിലും അയാൾ പറയുന്നത് നല്ലതാണെങ്കിലും സത്യമാണെങ്കിലും അയാൾ വളരെ ക്ലാരിറ്റിയിലാണ് കാര്യം പറയുക. അതാണ് പ്രശ്നം. മറ്റവർക്കൊക്കെ കണ്ടോ പരാതി കൊടുത്ത ആൾക്കാർക്ക് എന്താ പരാതി എന്ന് അറിയണില്ല. അത് ലാലേട്ടന്റെ അടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. കടന്ന് തപ്പി കളിക്കണം എല്ലാവരും. അല്ല അയാൾക്ക് നുണയാണ് പറയണത് വെച്ചാലും അത് അയാൾ കുറച്ചേ സംസാരിക്കുന്നുള്ളൂ, കുറച്ച് കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ. ആ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ പറ്റും. ബാക്കിയുള്ള ഒരു ഇമോഷണൽ സ്പേസിൽ പൊട്ടിത്തെറിക്കുമ്പോ അവർക്ക് അവരെന്താ പറഞ്ഞേ ചെയ്തതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. അതാണ് ബാക്കിയുള്ളവർക്ക് പറ്റിപ്പോകുന്നത്. അത് അനീഷ് വിളിച്ച ലൂപ്പാ. ആ ലൂപ്പിനകത്ത് പെട്ടുപോയിട്ട് ബാക്കിയുള്ളവർ മറന്നു പോവാണ്. പിന്നെ വെറും പൊട്ടിത്തെറിച്ചുള്ളൂ. ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ശൈത്യ എന്ത് ദുരന്താണ് അല്ലേ? ദുരന്തം എന്ന് പറഞ്ഞാൽ നമ്പർ 1 ദുരന്തം. അതായത് ഒരു വകയ്ക്ക് രസം. അനീഷ് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരിക്കുക, ഓ അതിലെ കരഞ്ഞു, ഞാൻ പെട്ടു, നെഗറ്റീവായി നിൽക്കുമ്പോ നാളെ ശൈത്യനിച്ചിട്ട് പോസിറ്റീവാക്കി. അത് എന്ത് പരാതി? ഓളെ പരാതിയല്ല, സ്വന്തമായിട്ട് പരാതി എഴുതിടാൻ പറയുമ്പോ ശരത്തിന്റെ പരാതിയും കൊണ്ട് വന്നിക്കുക വക്കാലത്തും കൊണ്ട്. ഏത് പരാതി നിങ്ങൾക്ക് പരാതി ഉണ്ട്? ശൈത്യങ്ങൾ എഴുതി വെച്ചോ, അല്ല ശൈത്യങ്ങൾ എഴുതി വെച്ചോ, കൺഫേം അടുത്ത ആഴ്ച ഔട്ടാ. ശൈത്യ സ്വയം നെഗറ്റീവ് ആവുണ്ട്. ഈ പോക്ക് പോയ ശൈത്യം കേറും, സ്വന്തമായിട്ട് തന്നെ ഇറങ്ങി പോയിക്കോളും. അതെ, അങ്ങനത്തെ ഒരു അവസ്ഥ ശൈത്യ. ബാക്കിലെ ഡോർ അവിടെ തുറന്നിട്ട് കൊടുത്താൽ മുപ്പത്തേക്ക് ആവശ്യമുള്ളപ്പോ ഇറങ്ങി പോവാ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് അഭിലാഷ് ഒന്നിങ്ങോട്ട് കത്തി കേറി. മറ്റേ അഭിലാഷ് എന്തിനാണ് ഇളകിത്തുള്ളിയെന്ന് എനിക്ക് അല്ല, മനസ്സിലായി. അഭിലാഷ് അതൊക്കെ വണ്ണാവും. ഇതെല്ലാം കൂടെ ഇയാളെ മനസ്സിൽ അല്ല രസം എന്താ അറിയോ? തളച്ചെടുക്കണത്. അഭിലാഷ് നീ വാടാറുണ്ട് അങ്ങോട്ടാണ് നീച്ചു പോണം. മറ്റാളാണെങ്കിൽ ആ ഹരീഷ് നീ വാടാ, നിന്നെ എന്താ ചെയ്യാ അങ്ങോട്ട് ഇറങ്ങി പോയിട്ട് നീ വാടാ. അയാള് മനസ്സിൽ ഒന്ന് തോണ്ടിയെന്നെങ്കിൽ അയ്യോ വെറുതെ കത്തിക്കേറിയുണ്ടത് സത്യം പറഞ്ഞത്. അതേപോലെ മറ്റേ കേസ് പറഞ്ഞപ്പോൾ അനുമോൾ ഞാൻ പറയില്ല, അത് ന്യായീകരിച്ചത് നെഗറ്റീവ്. അതെ, പിന്നെ അക്ബറിന്റെ അത് നമ്മള് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുമോൾ ഈ അക്ബറിന്റെ നോട്ടത്തിനെ കുറിച്ച് പറഞ്ഞു. കാരണം ഭയങ്കര മിസ്ലീഡിംഗ് ആയിട്ടാണ് പുറത്ത് കിട്ടുക. അന്നുണ്ടല്ലോ, അന്ന് ആ സംസാരിച്ച ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും പേടിപ്പിച്ച് നോക്കണമെന്നൊന്നും അല്ല. നമ്മളൊക്കെ ഭക്ഷണം ചോറല്ലേ കഴിക്കുന്നത്. കാരണം എന്താ പറയാ, ഓളത് മുഖത്തൊക്കെ കൈ വെച്ച് അയ്യോ ഇന്നെ നോക്കണു എന്നുള്ള രീതിയിലാണ് അനുമോളത് പുറത്ത് വിട്ടത്. അത് മറ്റേ വേറൊരു ഷോയില് എന്തിനാണ് ഈശ്വരൻ എനിക്ക് ഇത്ര ഭംഗിയെന്ന് പറയുന്ന രീതിയിലാണ്. അയ്യ അതങ്ങനെയല്ല, അത് സ്വയം പറഞ്ഞല്ലേ. ഇത് ഓപ്പോസിറ്റ്. ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇതിപ്പോ അക്ബറാണ് ഈ പറഞ്ഞ അനുമോക്കെതിരെ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുമില്ല ചോദിക്കാണ്. അക്ബർ ഒരാണാണ്, അക്ബർ പറയാണ് ഓൾ ഇന്നെ തൊടുന്നു നോക്കുന്നൊക്കെ ഒരു മറ്റേ രീതിയാന്ന് പറഞ്ഞാൽ തീർന്നു. അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചു, സ്ത്രീയുടെ മറ്റേ അഭിമാനം ഇല്ലാതാക്കി, ചോദ്യം ചെയ്തു. അങ്ങനെ ഉള്ള എല്ലാ സീനും എന്താക്കും, വൻ വിഷയാക്കി കളയും. ഇതിപ്പോ അനുമോക്കാണ് ഈ പറഞ്ഞ അക്ബർ പറഞ്ഞത് പ്ലേ ചെയ്ത് കൊടുത്തെന്നുണ്ടെങ്കിൽ ഓ എന്തായാലും പുറത്തിതിനെ കുറിച്ച് സംസാരിക്കാൻ 10,000 ആളുകൾ കാണും. ഇതിപ്പോ എനിക്ക് വന്ന് നമ്മളും സമ്മർ മീഡിയ പിന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്തു. സമ്മർ മീഡിയയിലെ കമന്റ് ബോക്സിന് അടിയിൽ ഫുള്ള് നെഗ് വന്നപ്പോ സമ്മറിനോട് ആൾക്കാർ പറഞ്ഞു അത് അങ്ങനെ പറയരുത് ഇങ്ങനെ പറഞ്ഞു, സമ്മർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പാവം. പിന്നെ ആകെ പുറത്താണെങ്കിൽ അല്ല എന്താ പറയാ, ഇത് ഭയങ്കര ഒരു എന്താ പറയാ മിസ്ലീഡിങ് സാധനമായിരുന്നു. അത് ലാലേട്ടൻ ചോദിച്ചത് അനുമോൾ എന്ത് ക്ലാരിറ്റി വരുത്താനാണ് അതില്? അനുമോള് വളഞ്ഞും തിരിഞ്ഞും പൊളഞ്ഞും എന്താക്കിയത്? ആ നോട്ടം പേടിപ്പിക്കുന്ന നോട്ടത്തിലേക്ക് അത് മാറ്റി വെച്ച് ആ രീതിയിൽ കൊണ്ടുപോയിട്ട് അത് അവിടെ സ്റ്റാമ്പ് ചെയ്തു. എന്തായാലും അക്ബറിന് കാര്യം മനസ്സിലായി. അക്ബർ ഇനി അനുമോക്ക് ഇട്ടിട്ട് എന്ത് ചെയ്തോളും, വെച്ചോളും ഒരു വഴിക്ക്. പിന്നെ ഒനിയിലും പിന്നെയും തമ്മിലുള്ളത് ഒരു കാര്യമൊന്നും ഇല്ലാത്തൊരു അല്ലേ? അത് അത്ര ഒരു ഇന്ത്യൻ പിന്നെ ബിന്നി ആയതുകൊണ്ട് ഒനിയിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം ബിന്നി കുറച്ച് ഡേഞ്ചർ ആണ് ആള്. അപ്പൊ ബിന്നി അത് എടുത്ത് വെച്ചെന്നെ അടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ബിന്നിക്കും ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ബിന്നിക്കും ഡോക്ടർ എന്നുള്ളൊരു സാധനം ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നുണ്ട്. അത് ശ്രദ്ധിച്ചോ നിങ്ങള്. കണ്ടസ്റ്റൻസിന്റെ ഇടയിലാണെങ്കിൽ പോലും ബിന്നി ആസ് എ ഡോക്ടർ ഒരു ചെറിയൊരു എഡ്ജ് കിട്ടുന്നുണ്ട് ഇല്ലേ?
ബിന്നിക്ക് അത് കിട്ടുന്നുണ്ട്. ബിന്നി അത് യൂസ് ചെയ്തിട്ട് മുന്നിക്ക് പോകാനുള്ള ഒരു ശ്രമം ഉണ്ടോയെന്നും എനിക്ക് ചെറുതായിട്ടൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ ബിന്നിനോട് ദേഷ്യമുള്ള ആൾക്കാരെ പോലും എല്ലാം കയ്യിലെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. അക്ബറൊക്കെ ഭയങ്കരമായിട്ട് എതിർത്തേന്നാണ്. ഇപ്പൊ അക്ബറൊക്കെ അവരോട് സംസാരിക്കാനും പരിപാടികളും തുടങ്ങിയിട്ടുണ്ട്. അത് ആളൊരു കഴിവാണിട്ടാണ് എനിക്ക്. അതെ. പിന്നെ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ നിവിൻ കുറച്ചൊന്ന് നിവിൻ്റെതായിട്ടുള്ള ഫ്ലേവേഴ്സ് ഇട്ടിട്ടുള്ള പരിപാടികളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇനി നിവിൻ്റെ ഈ ഫ്ലേവർ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, ഇവൻ ഈ ആഴ്ച എങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച ഇങ്ങനെ ആവില്ല കേട്ടോ. അതെ, എനിക്ക് തോന്നുന്നില്ല നിവിൻ അങ്ങനെ ആയിരിക്കും. ഈ ആഴ്ച എങ്ങനെയും അടുത്ത ആഴ്ച വേറൊരാളവൻ അന്യ നമ്പി റമോ ആവാനുള്ള മാത്രം നിവിൻ പോയാൽ അധികം മുന്നോട്ട് പോകാൻ പറ്റും. അതെ, അല്ല ഈ കോമഡിയും പരിപാടികളൊക്കെ കളി സീരിയസ് ആകുമ്പോ എപ്പോഴും ചിലപ്പോ ഒരേപോലെ ആയിക്കൊള്ളണം. എന്താ പറയാ, ടാസ്ക് വരുമ്പോ തന്നെ ഇന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. നിങ്ങള് ഈ ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ടാണ് ടാസ്ക് കുറച്ച് കുറവായതുകൊണ്ടും തമ്മിൽ ഫ്രിക്ഷൻ വരാനുള്ള ടാസ്കുകൾ വന്നിട്ടില്ല. മോർണിംഗ് ടാസ്കിലും തമ്മിൽ അടിയുണ്ടാക്കാൻ മാത്രം ക്വസ്റ്റ്യൻസ് ബിഗ് ബോസ് ഇട്ടിട്ടില്ല. പക്ഷെ ലാലേട്ടന്റെ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ തമ്മിൽ അടുപ്പിക്കാനുള്ള എല്ലാ സാധനവും വീഡിയോ പ്ലേ ചെയ്തതും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കുറച്ച് അല്ല, കഴിഞ്ഞ സീസണിലാണ് ഇത് അവർ എക്സ്പെരിമെന്റ് ചെയ്തത്. കഴിഞ്ഞ സീസണിൽ എക്സ്പെരിമെന്റ് ചെയ്തു, സക്സസ്ഫുൾ ആണെന്ന് കണ്ട് ഈ സീസണിൽ അവർ ഇത് ഇംപ്ലിമെന്റ് ചെയ്തു. ഇതാകുമ്പോൾ ലാലേട്ടന് പണി കുറച്ച്. അതെ, മാത്രമല്ല കണ്ടസ്റ്റൻസിന്റെ മനസ്സിൽ വരും എന്ത്, നമ്മളിനി ഒന്നും നുണ പറയാൻ പറ്റില്ല ലാലേട്ടനോട്. കാരണം എടുത്ത് വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ പണി പാടില്ല. അതുകൊണ്ട് ഒന്നും പറയില്ല, എതിർക്കില്ല ലാലേട്ടനോട്. പൊതുവേ ഇവർക്കൊക്കെ ലാലേട്ടനോട് ഒരു ബഹുമാനക്കുറവ് ഉണ്ടോ എന്നൊരു ചെറിയ സംശയമുണ്ട്. അത് വേറെ കാര്യം. പിന്നെയാണ് ജയിലിന്റെ വിഷയം വന്നത്. ഇത് സീരിയസ് കാര്യമാണ്. ഇപ്പൊ ഞാൻ ബിഗ് ബോസിന്റെ ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഞാനൊരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്, ഇപ്രാവശ്യം ജയിൽ ദുരന്തമാണ്. ഉള്ള കാര്യം പറയാം. കാരണം എന്താ വെച്ചെങ്കിൽ, ഒന്നും അവിടെ ടോയ്ലറ്റ് ഇല്ലാത്തത് ഭയങ്കര ഒരു ലൂപ്പ് ഹോളാണ്. ഒരാൾ പുറത്തിറങ്ങി അതിന് കൃത്യമായി പണിഷ്മെന്റ് കൊടുക്കാൻ ഇനി ബിഗ് ബോസിന് പറ്റണം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ കൊല്ലവും ഈ സീസണിലും ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്, എല്ലാവർക്കും ജയിലിൽ പോകാൻ ഭയങ്കര താല്പര്യമായിരിക്കും. കാരണം വീട്ടിനകത്തുള്ളതിനേക്കാൾ ബെറ്റർ ഫുഡ് ജയിലിനകത്ത് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലവും കഞ്ഞിയും ചമ്മന്തിയും ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞിട്ടാണ് മനസ്സിലായത്. അപ്പൊ ഞാൻ കഞ്ഞി കുടിക്കാത്തോണ്ട് ഞാൻ കുടിച്ചില്ല എന്നുള്ളൂ. പക്ഷെ അതിന്റെ ഒപ്പം ചമ്മന്തി ഞാൻ കുറെ തിന്ന്, ഭയങ്കര ടേസ്റ്റാ. നമുക്ക് രാവിലെ ഫുഡ് കൊടുക്കണ്ടേ, ആ വീട്ടിൽ എന്താ കിട്ടുക, ഗോതമ്പ് ദോശയും പഞ്ചസാരയും. പക്ഷെ ജയിലിൽ പോണാക്കി ഇഡ്ഡലി, അതേപോലെ ചമ്മന്തി, നല്ല കഞ്ഞി, നല്ല ഇത്. അപ്പൊ അത് ഫുഡ് ലക്ഷറിയാണ് അവിടെ. ക്യാമറ സ്പേസ് ഓബിയസ്ലി അത് ഉണ്ടാവും. പ്ലസ് ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ള എന്താ പറയുക, ജയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്യിപ്പിക്കേണ്ട ഒരു സംഭവമാണ്. ആ ഒരു സന്ദർശന സമയത്ത് മാത്രമേ അവിടെ ആള് വരാൻ പാടുള്ളൂ. മറ്റത് ഈ ജയിലിൽ എന്തിനാണ് അവരൊരു ഒറ്റപ്പെട്ട് അതൊക്കെ പിന്നെ എന്താ വട്ടം കൂടി എല്ലാ സീസണിലും ടുവേർഡ്സ് എൻഡിക്കാണ് ടൈറ്റ് ആവും. നമ്മുടെ സീസണിലും ടുവേർഡ്സ് എൻഡ് ജയിലിൽ അവിടെ പോയ രാത്രി വിളിച്ചു. പക്ഷെ ജയിലിലേക്ക് പോകാനൊരു പേടിയും അല്ലെങ്കിൽ അത് അത് ഈ ഫുഡ് കൊണ്ടാണ്. ഈ ഫുഡില്ലേ, അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ലൂപ്പ് ഹോൾ ഉള്ളത് പുറത്തിറങ്ങാം, ടോയ്ലറ്റ് പോകാൻ പുറത്തിറങ്ങാം. ബിഗ് ബോസ് കൊടുക്കാനുള്ള സാഹചര്യത്തിൽ കളിക്കാനും എന്തെങ്കിലും പണി ഒപ്പിക്കാനാവും. എന്നാ പിന്നെ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, പണിഷ്മെന്റും കൊടുക്കണം. ഓക്കെ, അതൊന്ന് ഇനി വരുമായിരിക്കും. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, ഫുഡിന്റെ കാര്യത്തിൽ ജയിലിനകത്ത് ആദ്യം കൊണ്ടുവരുന്ന മാറ്റം എത്രയേ ഉള്ളൂ. ജയിലിനകത്ത് ഇനി ഫുഡ് കൊടുക്കുമ്പോ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്, 2 ബ്രെഡ് അത്ര കൊടുത്താൽ മതി. 2 ബ്രെഡിന്റെ കഷ്ണം, അല്ലെങ്കിൽ ഉണക്ക ചപ്പാത്തി ഇല്ലേ, 2 ഉണക്ക ചപ്പാത്തി കൊടുത്താലും മതി. എടി എത്ര ഞങ്ങൾക്ക് ഞാൻ കിടന്ന സമയത്ത് കഞ്ഞി കൊണ്ടുവരുമ്പോ ഞാൻ മെല്ലെ ബൗളിലാക്കി അപ്പുറത്തേക്ക് തട്ട്. നമ്മൾ കുടിക്കാത്തപ്പോ ബാക്കിയുള്ളവർ വന്നിട്ട് വാരി കുടിക്കും. കാരണം വീട്ടിലെ ദോശയും പഞ്ചസാര കഴിക്കണേക്കാൾ നല്ല സൂപ്പർ കഞ്ഞിയും ചമ്മന്തിയും കിട്ടുമ്പോ അയക്കാൻ പോവും എല്ലാരും. അപ്പൊ അതൊന്ന് ഫുഡിന്റെ കാര്യം നോക്കാം. പണി പിന്നെന്താ പറയാ, എളുപ്പം ഇല്ല. ചപ്പാത്തി ആണെങ്കിലും അതില് ജയിലിൽ എന്ത് കിട്ടിയാലും ടാസ്ക് അടി. കാരണം എന്താ, അതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം, പണിയെടുക്കണം. ഈ ഫുഡിന്റെ കാര്യം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നന്നായിരിക്കും എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം ജയിലൊന്ന് ടൈറ്റ് ആക്കണത് നല്ലതാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അല്ല, ഈ ജയിലിനകത്ത് ഫുഡും ടൈറ്റ് ആക്കിയാലേ ജയിലിനകത്ത് പോവാനുള്ള ഒരു ഇതുണ്ട്, അത് ലക്ഷറി പോയി. ജയിലിനകത്ത് ഇപ്പോഴുള്ള ഏറ്റവും വലിയ ലക്ഷറി, കഴിഞ്ഞ കൊല്ലത്തെ ലക്ഷറി ഈ ഫുഡായിരുന്നു. പുറത്തുനിന്നുള്ള ഫുഡാണ് കിട്ടുന്നത്, നല്ല ഫുഡാണ്, ലക്ഷറി ആണെന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോ അങ്ങനെ ഈ ഒരു അല്ലെ, ഈ ഒരു എൻറ്റയർ സാധനം അല്ലേ രസമുണ്ടായിരുന്നില്ല. എനിക്കിഷ്ടമായിട്ട് ഈ ഒരു എപ്പിസോഡ് നല്ല എപ്പിസോഡ്. അനുമോളൊക്കെ ഇരുന്ന് കുറെ എന്തൊക്കെയോ നന്മമാരൊക്കെ കളിക്കുന്നത്. ഇത്രയും ഞാനിങ്ങനെ വിചാരിച്ചു
അയ്യോ രഞ്ജിത്ത് പോയപ്പോ എന്തെങ്കിലും കാലോട്ട് അല്ല അപ്പാന് ഷിറ്റത് കൈയോട് ഷിറ്റത്. മനുഷ്യന്മാർക്ക് അതിനുള്ളിൽ എങ്ങനെ സർവൈവ് ചെയ്ത് പോകുന്നതിനാലേക്ക് ഇത്രയൊന്നും നന്മ ഒരു മനുഷ്യൻ. അല്ല അത് എല്ലാ സീസണിലും കാണും. ഞങ്ങളെ സീസണിലും ഞാൻ ആരാ എങ്ങനെയൊന്നും പറയില്ല. ഞങ്ങളെ സീസണിൽ ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാനും മറ്റേ അർജുനും ഇങ്ങനെ പറയുമായിരിക്കും, ആ കരയുള്ള ടീം റെഡിയാണോ, അതൊരു കരച്ചിലുണ്ടോ, കരയുള്ള ടീം റെഡി അല്ലേ, ആ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ പൊരിഞ്ഞ കരച്ചില്, ഒരു 5 മിനിറ്റ് കരയും, അപ്പത്തേക്കും ക്യാമറ ഒക്കെ തിരി കിട്ടോ. അത് പ്രമോല് വരാനുള്ള സാധനം പറ്റുമ്പോ അത് കഴിഞ്ഞാൽ പിന്നെ കരച്ചിലല്ലോ. അനീഷ് പറഞ്ഞു എന്റെ അടുത്ത് വന്നിട്ട് ഇവരെല്ലാരും ഫേക്ക് ആണ്, എല്ലാരും ഫേക്ക് ആണ്. എന്നോട് കുറച്ചു നേരം അതല്ല എന്റെ വീട്ടിൽ വന്നത്. അതേപോലെ ഞാൻ മറ്റേ നോമിനേഷൻ ഇല്ലാന്ന് പറഞ്ഞപ്പോ എല്ലാരും സ്വഭാവം മാറി എല്ലാരും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതല്ല രസം. ലാലേട്ടൻ നീ ഭക്ഷണം കഴിച്ചോന്ന് അവനോട് ചോദിക്കാൻ പോണോ, ചോദിക്കാൻ പോകട്ടെ. നമ്മൾ ചോദിക്കുമ്പോ മറുപടി തരില്ല, അപ്പൊ നിങ്ങൾ എന്തിനാ ചോദിക്കാൻ മറുപടി തരില്ല കേട്ടോ. അത് ഇൻഡയറക്ട്ലി ലാലേട്ടൻ തന്നെ പറഞ്ഞു കൊടുക്കാണ്, നിങ്ങളവനെ ഇഗ്നോർ ചെയ്യ്, നിങ്ങളവനെ ഒഴിവാക്ക്. വീട്ടിക്ക് നാട്ടിക്ക് വരണ്ട, എന്റെ വീട്ടിൽ ആളുകൾ എന്റെ വീട്ടിക്ക് വരണ്ട വരണ്ട വരണ്ട. അല്ല കഴിഞ്ഞുള്ള ഇതേപോലെ ഒരാളുണ്ടായിരുന്നു, അതറിയോ, നോറ. നോറ ആദ്യം പറഞ്ഞു ഞാൻ കല്യാണത്തിന് വരില്ല, ആരും നോറ നിങ്ങൾ ആരിന്റെ അടുത്തേക്ക് വരണ്ട, എനിക്ക് ആരായിട്ടൊരു കമ്പനി ഇല്ല, ഞാൻ ഒറ്റയ്ക്ക്. അയ്യോ പക്ഷെ ഇതൊക്കെ മാറും കേട്ടോ, അതൊക്കെ തുടക്കം മാറും. നിങ്ങൾ കണ്ടോ അനീഷ് ആയിരിക്കും ഇനി ബിഗ് ബോസ് സീസൺ 7 വല്ല ടൂറോ ഗാദറിംഗ് കൊണ്ടുപോയി മുന്നിൽ കൊടിയും പിടിച്ച ചാടാൻ പോണത് അനീഷായിരിക്കും. അനീഷ് പോസിറ്റീവ് ആവണം. അല്ല അനീഷ് പോസിറ്റീവ് ആവണം, കാരണം അയാളെ ഗെയിം സക്സസ് ആയി, കളിച്ച ഗെയിം സക്സസ് ആയി. അത് മറ്റേ ബാക്ക് പൈപ്പറിന്റെ സ്റ്റോറി പോലെ എല്ലാരും പിടിച്ച് പിന്നാലെ കൊടുക്കും. അടുത്ത ആഴ്ച ഇന്നത്തെ പ്രമോ എന്താ, മറ്റേ അടിയുണ്ടാക്കി ബിഗ് ബോസ് നിർത്ത്. ബിഗ് ബോസ് ഞാൻ വീണ്ടും പറയുന്നു, പ്രമോ ആണ് മക്കളെ, അത് വിശ്വസിക്കരുത്, അത് വിശ്വസിക്കരുത്, നമ്മ കൂടാതെ. അതെ, പ്രമോ ഇസ് നോട്ട് എ പ്രോമിസ് ആണ്, അത് വിശ്വസിക്കൂടാ. പ്രാങ്ക് ഒന്നും ആവില്ല, അവരെ അടി നിർത്തിയേക്കാം, കാരണം ഇവര് ഫിസിക്കലി അടിക്കും. പാറി തള്ളിയിട്ട് ബിഗ് ബോസിനോട് എനിക്ക് ഫസ്റ്റ് ഇല്ലാതെ നീ ഷോ നടത്തണ്ട, എല്ലാവരും അടങ്ങിയിരിക്കണം ബിഗ് ബോസ് പറയുമ്പോൾ കോൺഫറൻസ് റൂമിന്റെ ക്യാമറേന്റെ മുന്നിട്ട് എനിക്ക് ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് ഇതന്നെ പറഞ്ഞോണ്ട് പറഞ്ഞിട്ടുണ്ടാവും. അതെ അഭിലാഷിനും തീരെ പറ്റിയിട്ടില്ല ഇയാളെ. പക്ഷെ ഞാൻ പറയട്ടെ, ഇയാളെ പഴയ വീഡിയോ ഉണ്ട് മുകേഷിന്റെ സെൽമി ആൻസറിലൊക്കെ ഇയാളുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കാം, ആ മനുഷ്യന് കുറെ കാലായിട്ട് ഈ ഒരു സെലിബ്രിറ്റി ഫെയിം ഇത് കിട്ടണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണ്. അല്ല ഇത് കിട്ടണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാ. അപ്പൊ അയാൾക്കത് ഇപ്പൊ കിട്ടുമ്പോ അയാൾക്കത് യൂസ് ചെയ്യാൻ കൂടി അറിയുന്ന ഒരു സിറ്റുവേഷൻ കൂടി അയാൾ നിക്കണേ. അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇനിയിപ്പോ എന്തൊക്കെ നമ്മള് ഗെയിം കൊണ്ടുവന്നാലും ഒരു 19 ആള് നമ്മളെ ആക്രമിക്കുമ്പോ സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് പൊട്ടിപ്പോവല്ലോ. ഇത് അയാളാ ഇരുത്തിരിക്കും, ഇനി അയാൾ എന്ത് തലകുത്തി മറിച്ചിട്ടും കാര്യമില്ല. മിക്കവാറും എന്താ പറയാ, ഇതിൽ ആരെങ്കിലും ഒരാൾ ഈ അനീഷിനെ തല്ലിയിട്ട് പോകുന്ന പിന്നെ പേടി. പിന്നെ കഴിഞ്ഞില്ലാത്ത നമ്മളെ റോക്കി ഉള്ളവര് കൊറേ ചുമരുമ അവിടെ കുത്തിയടിച്ച് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. അപ്പാനി ദേഷ്യപ്പെട്ട് കാണുമ്പോ നമുക്ക് ചിരി വരും. ധർമ്മജ മറ്റേ സിനിമ ഉണ്ടോ, ഞാൻ ഗുണ്ടയോടോ സാധനല്ലേ, അതുപോലെ ടപ്പാനി ഇടയ്ക്ക് അപ്പാനി പല്ല് കടിക്കുന്ന നിലത്ത് കുത്തണ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ എന്താണെങ്കിലും അല്ലെ, അതിനിടെ ഒരു ഡോക്ടർമാരെ പറഞ്ഞൊരു കാര്യം, അതത്ര സീരിയസ് ആക്കേണ്ട കാര്യം വെച്ചാൽ അത് ശരിക്കും ഷാനവാസിന്റെ തലയിൽ വരുന്ന വിഷയമാണ്. പക്ഷെ അത് ഇന്ന് അനുമോളുടെ ദിവസം ആയതുകൊണ്ട് അനുമോളുടെ തലയിൽ തന്നെ ഇരുന്നു. അതാണ് ഇതിന്റെ ഒരു അല്ല കോമഡി ആക്കേണ്ട കാര്യമല്ല ശരിക്കും. ശരിക്കത് കോമഡി ആണെങ്കിലും അത് പറയേണ്ട ഒരു കാര്യമല്ല. ഒരു പ്രൊഫഷണൽ ഇരിക്കുന്ന ആളുകളെ മൊത്തത്തിൽ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത് മോശമാണ്. പക്ഷെ അത് ലാലേട്ടൻ പറഞ്ഞു വന്നപ്പോഴും ബാക്കി കണ്ടസ്റ്റൻസ് പറഞ്ഞു വന്നപ്പോഴും ഷാനവാസും അതൊരു കോമഡിക്ക് മാറ്റി അത് മൊത്തം അനുമോളെ തലയിൽ കൊണ്ടുപോയി വെച്ചു. അനുമോൾക്ക് എന്തെങ്കിലും നന്നായിട്ട് കിട്ടി. അനുമോള് ഓവർ നന്മമരം കളിച്ചപ്പോ എല്ലാം അനുമോക്ക് ഇന്ന് പുറത്തുനിന്ന് വരുന്ന ഫുഡാണ്. ഈ ഷൂട്ടിന്റെ ദിവസം പുറത്തുനിന്ന് ഫുഡ്, നല്ല ഫുഡ് വരും, ചപ്പാത്തി അത് ഇത് മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അനുമോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, വയറ് നിറഞ്ഞോണ്ട് അനുമോക്ക് ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല. കോൺഫിഡൻസ് അനുമോക്ക് പറയില്ല. അല്ല എന്തടിച്ചാലും അനുമോളൊക്കെ മനസ്സിൽ വിചാരിച്ചൊരു സമയം ഇത്ര ടൈം വരെ ഞാൻ ഉണ്ട് എന്നുള്ളത് മനസ്സിൽ. അല്ല അനുമോള് താഴത്തേക്ക് നോക്കുമ്പോ എന്താ കാണണേ, ശൈത്യ
ഷാരിക, കലാഭവൻ സരിക, കുറെ ആൾക്കാരുണ്ടല്ലോ ലൈനിൽ നിൽക്കണം. അവർക്ക് തന്നെ മനസ്സിലാവും. ഭയങ്കര നഷ്ടമാണ് ഈ 2 ദിവസത്തെ എപ്പിസോഡും. അവരൊന്നും ഇല്ലല്ലേ, നോക്കിയിട്ടില്ല. ആര്യന്റെ കാര്യത്തിൽ പിന്നെ എന്താ അറിയോ, ആര്യ അടുത്ത ആഴ്ച ഇനി ടാസ്ക് ഒരു പിന്നെ ആരും പിന്നെ സ്ക്രീന് പിടിക്കുന്നുണ്ട്. അതെ, സ്ക്രീന് കിട്ടും. ആര്യന് ടാസ്ക് കിട്ടുന്നുണ്ട്. കൂടെ പോയ സ്ഥിതിക്ക് കലാഭവനും സരികയ്ക്കൊന്നും തീരെ സ്പേസ്. ആര്യന്റെ കേസിൽ സിമ്പിൾ ആണ്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ടാസ്ക് അടിക്കാൻ പോണത് ആര്യനായിരിക്കും. കാരണം അതിൽ ബാക്കിയുള്ളവരുടെ ഒരു ബാക്കിയുള്ളവരെ വെച്ച് നോക്കും. കഴിഞ്ഞ ഞങ്ങളുടെ സീസണിൽ ഭയങ്കര ടഫായിരുന്നു. എല്ലാവരും ഈക്വലി, ആൺകുട്ടികൾ മൊത്തത്തിൽ ഈക്വലി ഫിസിക്കലി നല്ല ഫിറ്റ് ആയിരുന്നു. അങ്ങനത്തെ ഒരു സംഗതി ഈ സീസണിൽ കുറവാകുന്നു എനിക്കല്ലേ. ആര്യനെ ടക്കർ കൊടുക്കാൻ ആരുമില്ലല്ലോ. ആര്യൻ അത്ര പിടിക്കാൻ എനിക്ക് പിന്നീട് അഭിലാഷിക്കാണുള്ളത്. പിന്നെ ആരും ഇല്ല അങ്ങനെ. അക്ബറും അക്ബറും അപ്പാനിയാണെങ്കിലും ഫിസിക്കലി പിടിക്കാൻ പാടാ. പക്ഷെ കഴിഞ്ഞ കൊല്ലം ആലോചിച്ച് നോക്കി, അബി ഓട്ടം ചാട്ടൊക്കെ ചാൻസ് കുറവാണ്. കഴിഞ്ഞ സീസണേ അബി, ഗബ്രി, എന്തൊരു ജിൻഡോ, അർജുൻ, ഞാന്, സിജോ, പിന്നെ ആരൊക്കെയായിരുന്നു, അഭിലാഷ്, 2 അഭിലാഷ് ഫിസിക്കലി, 2 അഭിഷേക് ഫിസിക്കലി എല്ലാരും ഈക്വൽ ആയിരുന്നു. ഞങ്ങളെക്കാൾ ഫിസിക്കലി പവർഫുൾ ആയിട്ടുള്ള ഒരു നന്ദന്. ഓളെ ഒട്ടും പിടിക്കാൻ പറ്റുന്നില്ല. ഓക്ക് ആണുങ്ങളെ ശക്തി. ജാസ്മിൻ വിട്ടു വരുന്നുണ്ടായിരുന്നു. ജാസ്മിനൊക്കെ റസ്മിൻ ഭായിനെ പിന്നെ അങ്ങോട്ട് അടുപ്പിക്കില്ല, ആദ്യം ചവിട്ടി പുറത്താക്കും. റസ്മിനൊക്കെ ഒന്നിട്ടാലും പോകും. ഇവരാരും ഒന്നിട്ടാലും പോയില്ല ഇന്ന്. എന്താണെങ്കിൽ ഇപ്രാവശ്യം ഗേൾസ് ഗ്യാങ് എനിക്ക് തോന്നുന്നേ കുറച്ചും കൂടി. ജിസേലിനൊക്കെ ഒരു ടാസ്ക് വരണം കേട്ടോ. ജിസേലിനൊക്കെ പവർ എന്താന്നപ്പോ മനസ്സിലാവും ജിസേലിന്റെ ഒക്കെ. അപ്പൊ എന്താണ് ഇന്നത്തെ ഇല്ല, ജിസേലിന് കിട്ടിയ സ്ഥലത്ത് മറ്റേത് കിട്ടുമല്ലോ. എന്ത് നുറുങ്ങിപ്പോയിന്നോ, പൊട്ടിപ്പോയി, പൊട്ടിപ്പോയി. ജിസേലിന് അത് മതി. ജിസേലിനെ പോലത്തെ ഒരു കണ്ടസ്റ്റന്റ് എന്താ പറയാ, അതന്നെ ഓടും. കുറച്ച് റീലായിട്ടും ഇതൊക്കെ ആയിട്ട് ഓടും. ആൾക്കാരെ കയ്യിലെടുക്കാനൊക്കെ ഇറങ്ങണം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ ഓക്കെ ഗൈസ് അല്ലേ, കഴിഞ്ഞു. നാളത്തെ പൊട്ടിത്തെറി ലൈവ് ഫുള്ള്. നാളത്തെ പൊട്ടിത്തെറിയുടെ അപ്ഡേറ്റ്സ് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലൈവ് അപ്ഡേറ്റ് ഇടാം. മറ്റേ ഞാൻ സ്ഥലത്ത് കമന്റ് എന്തുണ്ടാവും, ബിഗ് ബോസ് മറ്റേ നിർത്തിയേക്കുമ്പോണ്ടാവും അപ്പാടി ശരത്ത് അനീഷിന്റെ ഒറ്റ പൊട്ടിക്കല് നിർത്തി എന്ന് പറഞ്ഞ അതല്ല, ഇവൻ അതിന്റെ ഇടയിൽ വേറെ ഡയലോഗ് അടിച്ചു കേട്ടിരുന്നോ? എയർപോർട്ടിൽ ഒരാളാ കാണിച്ചത്. എയർപോർട്ടിൽ ആരാളത്? ആര് ആളെ വെച്ച് കാശിനോട് തടിപ്പിക്കേണ്ടി വരും. പാസ്പോർട്ട് അടിക്കുന്ന അതേപോലെ ഇവര് ഈ ശരത്ത് എപ്പോഴും പറഞ്ഞ കാര്യമാണ്, മറ്റേ ഞങ്ങൾ ആർട്ടിസ്റ്റുകളെ ബഹുമാനിക്കാൻ പഠിക്കണ, ഞങ്ങൾ ആർട്ടിസ്റ്റുകളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് അനീഷിന് പറയണത്. അത് അവരെന്നെ ഒരു വേർതിരിവ് ഉണ്ടാക്കണ്ട എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ ആർട്ടിസ്റ്റുകളാണ്. ഇന്ത്യ സ്നേഹ ഒരുത്തന്റെ മുഖത്ത് നോക്കിയിട്ട് 6-7 കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള സിനിമയിൽ അഭിനയിച്ചതിന് ഒരുത്തന്റെ മുഖത്ത് ഇപ്പൊ ലാലേട്ടനോട് ചോദിക്കാൻ എല്ലാം കണ്ട് അല്ലെങ്കിൽ എന്ത് സിനിമ ക്രിക്കറ്റ് കളിക്കോ? അല്ല അപ്പാനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് പടങ്ങളൊന്നും വരാത്തതിന്റെ ഒരു കോംപ്ലക്സ് ഇപ്പൊ അയാളെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ അയാളെ മുഖത്ത് നോക്കിയിട്ട് ഈ സിനിമാടനാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യോടൊന്നും ചോദിക്കാൻ നാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അതവിടെ ആ കരഞ്ഞ് മെഴുകും ചിലപ്പോ കിടന്ന്. 11 വർഷമായിട്ടുണ്ട് സീരിയല് പറയുന്നത്. അപ്പൊ എന്നൊന്നാണ് അതിന് മോള് ഒരു എടുത്തോലേക്ക് ബഹുമാനിക്കാൻ പഠിക്കണ ആർട്ടിസ്റ്റുകള്. സരോജ് കുമാർ ഇയാളെ കാലിന് തൊട്ടത് എനിക്ക് ഇഷ്ടമായത്. അനുഗ്രഹം കിട്ടിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അതിന്റെ ശേഷം ലാലേട്ടന്റെ വായിലുള്ളത് മുഴുവൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ മുൻഷി എഴുതി വെച്ച കത്തിക്ക് ഭയങ്കര അത് അപ്പൊ എഴുതിച്ചാണ് നാടക പരിപാടി. നാടകമാണോ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു കത്ത് അയാൾ എഴുതും വഴിയില്ലല്ലോ. അയാളെ മുഖം കണ്ടപ്പോ തന്നെ ഇയാളെ കത്ത് കിട്ടിയപ്പോ തന്നെ അയാൾ അത്രയും ദേഷ്യത്തിൽ ഇറങ്ങിപ്പോണ ഒരു മനുഷ്യൻ. അയാൾക്ക് ആ വീട്ടുകാരുടെ അത്രയും ദേഷ്യം. അവിടെ എല്ലാവരും അയാൾക്ക് ദേഷ്യമുണ്ട്. അല്ലാതെ അയാൾ നന്മമരം റിയൽ ആയിട്ട് എഴുതിയ കത്താണെങ്കിൽ അതെ അയാൾ അപ്പേ നൈസായിട്ട് ഒരു ഗുഡ് നോട്ടില് ബാക്കിയുള്ളവർക്ക് കൂടി ഒരു സങ്കടം വന്നോട്ടെ എഴുതി കൊടുത്താണോ നോക്കി സംശയമുണ്ട്. സീനിയർ ആയിട്ടുള്ള ഒരാളൊക്കെ എന്താണെങ്കിലും കൊണ്ടൊന്നും ഇനി പോവാണ്. പിന്നെ അങ്ങനെ ഒരു സാധനം ഗുഡ് നോട്ടിൽ വിട്ടോട്ടെ നല്ല മനുഷ്യൻ വിടാൻ വേണ്ടി അങ്ങനെ എഴുതിച്ചാണോ എനിക്ക് ഡൗട്ട് ഉള്ളത്.
എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് കൊള്ളായിരുന്നു അല്ലേ? നല്ല എപ്പിസോഡ്. ഇങ്ങനെ തന്നെ പോട്ടെ അല്ലേ? പ്രേക്ഷകർക്ക് ഭയങ്കര സംതൃപ്തിയുള്ള എപ്പിസോഡാണ്. അപ്പൊ ഇനി കുത്തിത്തിരിപ്പുണ്ടാകുമ്പോ നമുക്ക് സമാധാനം സന്തോഷം. ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യങ്ങളും സംഭവങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട്. എന്തായാലും ഇനി നാളെ കാണാം. ഓക്കെ ബൈ.